Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ വെച്ചിട്ട് നമ്മളത് എങ്ങനെയാണ് ഒരു നോട്ട് പോലെ ഞാൻ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ മെറ്റീരിയൽ ആണെന്നത് വിചാരിക്കുക. ഞാൻ പേപ്പർ എടുത്തിട്ടുള്ളത് മെറ്റീരിയൽ ആണെന്ന് ഓർക്കുക. അതിനെ 4 ആയിട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്നിച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതേപോലെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോൾഡഡ് പോർഷനിലാണ് നമ്മൾ വരച്ച് തുടങ്ങുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ 4 പീസായി പോകും. അപ്പോൾ എന്താ പറ്റുക, നമ്മുടെ മെറ്റീരിയൽ അത്രയും വേസ്റ്റായി പോകും. അപ്പോൾ ഫോൾഡഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഓപ്പൺ പോർഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഫോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ മാർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുൾ ലെങ്താണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഫോൾഡഡ് പോർഷനിൽ നിങ്ങളുടെ ചുരിദാറിൻ്റെ ടോപ്പ് എന്താണെന്ന് വെച്ചാൽ അതിന് എത്ര ലെങ്ത് വേണം നോക്കാം. അതിന് ഫുൾ ലെങ്ത് എത്രയാണ് വേണ്ടത്. ചിലർക്ക് 38, 40, അപ്പോൾ അങ്ങനെയുള്ള സൈസ് ഉണ്ടല്ലോ. അതിൻ്റെ കൂടെ നിങ്ങൾ സീം അലവൻസ്, അതായത് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇപ്പം ഞാനൊരു ചുമ്മാ ഒരു പോയിൻ്റ് പോലെ 2 പോയിൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതിൻ്റെ മീനിങ് ഇതാണ്: നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ടോപ്പിന് ഇറക്കം വേണ്ടത് പ്ലസ് അതിൻ്റെ കൂടെ സീം അലവൻസ്, അതായത് തയ്യൽത്തുമ്പ്, അപ്പോൾ അതും കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഫുള്ള് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇതേ താഴെയും മേളിലുമായിട്ട് ഇതേപോലെ 2 പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫുൾ ലെങ്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് അതേപോലെ ഇപ്പോൾ ഞാനത് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. 0 to 1 എന്ന രീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 0 to 1 ആണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഇറക്കം. സീം അലവൻസ് ആഡ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇറക്കത്തിൽ നിന്ന് മേളിലും താഴെയൊക്കെ നമ്മൾ മടക്കി അടിക്കുമ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ ഇറക്കം കുറയുന്നതായിരിക്കും. അപ്പോൾ അതാ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഫുൾ ലെങ്ത് പ്ലസ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ. ഈ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു 0 to 1, അതായത് നമ്മുടെ ഇറക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. നമ്മൾ 2 ഷോൾഡറിൻ്റെയും ഫുള്ളായിട്ട് മെഷർമെൻ്റ് ആണല്ലോ ആദ്യം എടുക്കുന്നത്. ഒരിക്കലും പകുതി, എളുപ്പത്തിന് വേണ്ടിയിട്ട് പകുതിയായിട്ട് എടുക്കരുത്, തെറ്റിപ്പോവും. ഫുള്ളായിട്ട് തന്നെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് അത് മാർക്ക് ചെയ്യുന്നത്, അതായത് ഏറ്റവും ടോപ്പിൽ ഈ 1 എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഷോൾഡറിൻ്റെ ഒരുപാട് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈസ്, ഓരോ സൈസുകാർക്കും ഷോൾഡർ എത്രയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഷോൾഡർ എടുക്കുന്ന സമയത്ത് ഒരു വാല്യൂ കിട്ടുമല്ലോ ഷോൾഡറിൻ്റെ. ആ വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോൾഡറിന് കിട്ടുന്ന വാല്യൂവിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ S/2 എന്ന് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ, അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചും കൂടെ എക്സ്ട്രാ, 1/4 ഇഞ്ച് മതി, 1/4 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുക സീം അലവൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ആൻസർ കിട്ടുന്നത് ആ ഒരു ആൻസറാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നത്. എസ് എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ കിട്ടുന്ന ഷോൾഡറിൻ്റെ അളവിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് എക്സ്ട്രാ ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടണം. അപ്പോൾ ആ ഒരു ആൻസറാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മാർക്ക് ചെയ്യുന്നത് ഈ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 0 to 1 കൊടുത്തല്ലോ ഫുൾ ലെങ്ത്, അതിൻ്റെ ആ 1 എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു മെഷർമെൻറ്റ് കിട്ടിയത്, ഷോൾഡറിൻ്റെ ഫുൾ എടുത്തിട്ട് അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 1/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എത്രയാണോ അത് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ 1 എന്ന പോയിൻ്റിൽ നിന്നാണ് വരച്ചു കൊടുക്കേണ്ടത്. നമുക്കത് 1 to 2 എന്ന് കൊടുക്കാം. അപ്പോൾ 1 to 2 എന്ന് പറയുന്നതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ലെങ്ത് 0 to 1 മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 to 2 ഷോൾഡർ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നോട്ട് പോലെ അത് എഴുതി കാണിക്കാം. ആം ഹോള് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ നോക്കുക, അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആം ഹോൾ എത്രയാണോ എടുക്കേണ്ടത് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടും. ആം ഹോൾ ഈസ് ഈക്വൽ ടു ചെസ്റ്റ്/6. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഇതേപോലെ അത് കറക്റ്റ് എഴുതിയാൽ മതി, എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട. ആ ഒരു ആൻസർ ഇവിടെ നമുക്ക് താഴത്തേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അത് 2 to 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിൻറ്റിന് പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ ലെങ്ത്, പിന്നെ ഷോൾഡർ, പിന്നെ ആം ഹോള്, അത്രയും വരച്ചിട്ടുണ്ട്. ഇനി ആം ഹോളിൻ്റെ ആ ഒരു എൻഡിൽ നിന്ന് നമുക്ക്
നേരെ ചെസ്റ്റിൻ്റെ അളവ്, ആം ഹോളിൻ്റെ ആ ഒരു താഴെ നിന്നാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ്. കാരണം നമ്മളിത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നേരെ പകുതി മതി. പകുതി അളവാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതും കൂടെ ഒരു നോട്ട് പോലെ കാണിച്ചു തരാം. ഇപ്പോൾ ചെസ്റ്റ് 30 വിചാരിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ചെസ്റ്റ് 30 വിചാരിക്കുക. നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് ബൈ 2 ആണ്, അതായത് 15. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 30 വേറെ ഏത് സൈസ് ആണെങ്കിലും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് എങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. സീം അലവൻസ് എന്തായാലും മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്കിപ്പോൾ ചെസ്റ്റ് കിട്ടിയത്, സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് എത്രയാണോ കിട്ടിയത് അത് ഇതേപോലെ ഒന്ന് വരക്കാം. ഇത് ഫുള്ളായിട്ട് യോജിപ്പിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ലെങ്ത് ഇവിടെ ആം ഹോളിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുത്താലും മതി. ഫുള്ള് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം. ഡ്രസ്സിൽ വെറുതെ ലൈൻസൊക്കെ മെറ്റീരിയലിൽ വീഴും. അപ്പോൾ ഇതുപോലെ ആം ഹോൾ മാത്രം വരച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്കിപ്പോൾ ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ചെസ്റ്റിന് 4 എന്ന് കൊടുത്തേക്കാം. 1 2 3 4 അത് ഫുൾ പോയിൻ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്ക് വിഡ്ത്താണ്. അപ്പോൾ അതും കൂടെ ഒരു നോട്ട് പോലെ എഴുതി തരാം. നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ അളവിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ആം ഹോളിന് ചെസ്റ്റിൻ്റെ അളവിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്തു. നെക്ക് വിഡ്ത്ത് ആകുമ്പോഴത്തേക്കും 12 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നെക്ക് വിഡ്ത്ത് നമ്മൾ ഈ ഒരു 1 എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് എത്രയാണോ കിട്ടിയത് 12 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ചെസ്റ്റിന് എത്രയാണോ കിട്ടിയത് അത് ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇറക്കം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു ഇറക്കം അനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആ ഒരു പോയിൻ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു 5 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ പോയിൻ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ബാക്ക് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. 5 to 6 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിനേക്കാളും ഇറക്കം കുറവായിരിക്കും. അപ്പോൾ 5 to 6 എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്ക് നെക്ക് കൊടുത്തു. ഇനി ഫ്രണ്ട് നെക്ക് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രണ്ട് നെക്കിന് എത്രയാണോ ഇറക്കാൻ വേണ്ടത്, ചിലപ്പോൾ രണ്ടും ഒരേ അളവായിരിക്കും. അപ്പോൾ പിന്നെ എക്സ്ട്രാ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് നെക്കാണെന്ന് കുറച്ചുകൂടെ ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ 7 എന്ന് പറഞ്ഞിട്ട് 5 to 7 എന്ന് പറഞ്ഞിട്ട് ഒരു പോയിൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അപ്പോൾ 2 ലൈൻ വന്നു. വിഡ്ത്ത് സെയിം തന്നെയാണ്, ഇറക്കമാണ് മാറിയിട്ടുള്ളത്. 5 to 6 ബാക്കും 5 to 7 എന്ന് പറയുന്നത് ഫ്രണ്ട് നെക്കും. ഞാനതൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇത്രയും ബാക്ക് നെക്ക്, ഈ ഇറക്കം കൂടിയത് ഫ്രണ്ട് നെക്ക്. അത് ക്ലിയർ ആണോ എന്നറിയില്ല, ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഫസ്റ്റത്തെ ആ ചെറിയ കോളം ബാക്ക്, വലിയ കോളം ഫ്രണ്ട്. വെട്ടുമ്പോൾ എപ്പോഴും ബാക്ക് ആദ്യം വെട്ടുക, ഇറക്കം കുറഞ്ഞത് വെട്ടുക, ഇറക്കം കൂടിയത് രണ്ടാമത് മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വെട്ടാനായിട്ട്. ലാസ്റ്റ് ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ആം ഹോളെന്ന് ആ ഒരു കർവ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വേസ്റ്റാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വേസ്റ്റിൻ്റെ അളവാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് വേസ്റ്റിൻ്റെ വണ്ണം നമ്മൾ എടുത്തിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ വേസ്റ്റ് എത്ര ഇറക്കത്തിലാണെന്ന് മേളിൽ നിന്ന് നിങ്ങൾ നോക്കണം. അത് മെഷർമെൻറ്റ് എടുക്കണം. വേസ്റ്റ് എത്ര ഇറക്കത്തിലാണെന്ന് നോക്കണം. എന്നിട്ട് ആ ഒരു ഇറക്കത്തിൻ്റെ ഒരു പോയിൻ്റ് പോലെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വേണം അവിടുന്ന് വേണം വേസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പോയിൻ്റ്. എന്നിട്ട് ചെസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ലൈൻ ഞാൻ വരച്ചല്ലോ, അപ്പോൾ ഈ ഒരു ഇറക്കം നിങ്ങൾ നോക്കണം. മേളിൽ നിന്ന് എത്ര ഇറങ്ങിയിട്ടാണ് വേസ്റ്റ് വരുന്നതെന്നുള്ളത് നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ്സിൽ നോക്കിയിട്ട് വേണം വേസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് വേസ്റ്റിൻ്റെ നമുക്ക് മെഷർമെൻറ്റ് കിട്ടുമല്ലോ, നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ ഹൊറിസോണ്ടലി വരച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി ഹിപ്പാണ്. ഹിപ്പിനെ നിങ്ങൾ വേസ്റ്റിൻ്റെ നേരെ താഴെ വരുന്ന പോർഷനാണ്. അപ്പോൾ അതും ഇതേപോലെ പോയിൻ്റ് 1ൽ നിന്ന് നിങ്ങൾക്ക് എത്ര ഇറക്കം വേണം നോക്കുക. അത് കഴിഞ്ഞിട്ട് ഹൊറിസോണ്ടലി ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിപ്പിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഞാനതൊന്ന് എഴുതി വെക്കാം. വേസ്റ്റ് ബൈ 4 ആണ് വേസ്റ്റിൻ്റെ എടുക്കേണ്ടത്. ഹിപ്പിൻ്റെ റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ആണ് ഹിപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഫിഗർ ആ ഒരു ഫുള്ളായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഏറ്റവും താഴെയായിട്ട് ഫ്ലെയറിൻ്റെ മെഷർമെൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനൊരു ഇക്വേഷനുണ്ട്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 2 അതാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ
ആ ഒരു മെഷർമെൻറ്റാണ് ഹൊറിസോണ്ടലി നമ്മൾ ഈ 0-യിൽ നിന്നും നേരെ ഇങ്ങനെ ഹൊറിസോണ്ടലി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതൊരു ലൈൻ പോലെ ഇതേപോലെ വരച്ചു കൊടുക്കുക. അതായത് ചെസ്റ്റ് ബൈ 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആൻസർ കിട്ടുന്നത് അതാണ് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ സൈഡ് ഓപ്പൺ ഉണ്ടല്ലോ, അപ്പോൾ സ്ലിറ്റ് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കത്തിൽ വേണ്ടത് അത് ആ ഒരു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് പോലെ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം അവിടെയാണ് നമ്മൾ സ്ലിറ്റ് ഇടുന്നത്. സ്ലിറ്റ് പോയിൻ്റാണ് ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതേപോലെ നിങ്ങൾക്ക് ഹൊറിസോണ്ടലി നോക്കണമെങ്കിൽ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഫ്ലെയറിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, ഫ്ലെയർ വരെ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം, നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആം ഹോൾ മാത്രം ഷേപ്പ് വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കണം. ഫ്രണ്ട് നെക്ക് ഞാൻ ഇതേപോലെ ചെറിയൊരു കർവിലാണ് വരച്ചിട്ടുള്ളത്. ബാക്ക് നെക്ക് ആ ഒരു സ്ക്വയർ തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല, സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് മാത്രം റൗണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ പാറ്റേൺ കംപ്ലീറ്റ് ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും താഴെ നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കറക്റ്റ് ലൈനിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ ആ ഒരു കർവൊക്കെ നല്ല രീതിയിൽ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് ഒരു കർവ് കിട്ടിയാലേ നമുക്ക് ഡ്രസ്സിന് ഒരു ഷേപ്പ്, ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഫസ്റ്റ് നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്രണ്ട് നെക്ക് ആദ്യം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ ഇറക്കമായി പോകും. ബാക്കിൽ ഇറക്കം കുറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് നെക്കാണ് ആദ്യം വെട്ടുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് ഇതേപോലെ വെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറമെയാണ് വെട്ടുന്നത്. പിന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റി സ്ക്വയർ നെക്കാണ്. ഇനി ഫ്രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു കർവ് ഷേപ്പിൽ തന്നെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചുരിദാറിൻ്റെ പാറ്റേണിൽ കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.